ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഞാനൊരു ചുള്ളനായ ഒരു പയ്യൻ്റെ കൂടെയാണ് ഇന്നിരിക്കുന്നത്. എന്തായാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി കണ്ടുകൊണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയെ നേരിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് ആദ്യം പരിചയപ്പെടുത്തിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. ഹലോ, എൻ്റെ പേര് സെയ്ദുൽ എന്നാണ്. സ്ഥലം വന്നിട്ട് നമ്മൾ ട്രിവാൻഡ്രം പ്രവച്ചമ്പലത്താണ്. എന്താ വർക്ക് ചെയ്യുന്നത്? എന്താ ജോലി? മൊബൈൽ ടെക്നീഷ്യനാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട്? എങ്ങനെയുണ്ട് ചോദിക്കുന്നത്? എന്താ അതിൻ്റെ ആ ഒരു ചിരി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എത്ര വർഷമായി സൈദുൽ ചെയ്തിട്ട്? ഇപ്പോൾ ഇത് ഞാൻ സർജറി ചെയ്തിട്ട് 3 വർഷവും 4 മാസമായി. റിസൾട്ട് എന്ന് പറയാൻ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് തന്നെയാണ് റിസൾട്ട്. പഴയ ഫോട്ടോസ് ഞാൻ താഴെ കാണിക്കാം. കാരണം സൈദുൽ എന്നെ അന്ന് വിളിച്ച ഓർമ്മയുണ്ട്. ഭയങ്കര ടെൻഷനോടുകൂടിയാണ് വിളിച്ചത്. ഉമ്മ സംസാരിച്ചെന്ന് തോന്നുന്നു. സംസാരിച്ചിട്ടുണ്ട്. ആർക്കും ഇത് എന്താണ് പ്രോസസ്സ് എന്ന് ആർക്കും അറിയില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് സർജറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് റിസൾട്ട് എങ്ങനെയാണ്, ശേഷമുള്ള കെയറിങ് എന്താണ്, ഒന്നും നമുക്ക് അറിയില്ല. ഇതിനേക്കാളും കൂടുതൽ ടെൻഷൻ എന്റെ ഉമ്മാക്കാണ്. കാര്യം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണല്ലോട്ടെ. അതെ, എന്നെ വിളിച്ചിട്ട് മോനെ, എന്റെ മോൻ ഇങ്ങനെയാണ്, ഭയങ്കര വിഷമത്തിലാണ്, ജോലിക്ക് മടിക്കുന്നുണ്ട്, കല്യാണത്തിന് പോകുന്നില്ല, ഫംഗ്ഷന് പോകാൻ പറ്റുന്നില്ല. കാര്യം അവിടെ പോയാലും കേക്ക് വെച്ചുകൊണ്ട് പോകേണ്ട ആ ഒരു അവസ്ഥയിലായിരുന്നു. എത്ര വയസ്സുണ്ട് നിനക്കിപ്പോ? ഇപ്പൊ എനിക്ക് 26 കഴിഞ്ഞു. 20 വർഷം മുന്നേ 23 തന്നെ കഷണ്ടിയാണ്. ഒരു ഓൾമോസ്റ്റ് എല്ലാം പോയിരുന്നു. ഫാദർ ബാൾഡാണോ? ആരെങ്കിലും ഫാമിലി? ഫാദറിന് എന്തെങ്കിലും മുടിയുണ്ട്. അങ്കിൾ അങ്ങനെ ആരെങ്കിലും കഷണ്ടി? അച്ഛന്റെ ചേട്ടന് അങ്ങനെയുണ്ട്. അതാ ഞാൻ പറയണത്. നമ്മളിപ്പോൾ നമ്മളുടെ യുവാക്കൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കഷണ്ടി മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഡെയിലി കുറേ ആൾക്കാർ വിളിക്കാറുണ്ട്. അതിൽ ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്. എസ്പെഷ്യലി കല്യാണത്തിൻ്റെ ഒരു ഏജ് വരുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് കയറുന്ന സമയം, സ്റ്റുഡൻ്റ് ആകുമ്പോൾ കുറേ ആൾക്കാർ മുടീൻ്റെ പ്രശ്നം കൊണ്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ച വ്യക്തി പോലും, കുട്ടി പോലും അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ കഷണ്ടി മാറ്റി കൊടുത്ത് ഹെയർ ട്രാൻസ് സഫാരി ചാനൽ മുമ്പ് കാണാറുണ്ടോ? സഫാരി ചാനൽ കണ്ടതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതായത് നമുക്ക് റിസൾട്ട് കിട്ടും എന്ന് എനിക്ക് വിശ്വാസം വന്നത് സത്യേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. അതും ലാഡൻ സിറ്റി ഉള്ളത് കൊണ്ടാണ്. ആ ഒരു സന്തോഷം അത് കാണുന്നവർക്ക് അറിയാം. എൻ്റെ പൈസ കാണുമ്പോൾ അറിയാം. കല്യാണം ഫിക്സ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? കല്യാണം ഉറപ്പിച്ചു. അടിപൊളി. ഇനിയിപ്പം സൈദുലിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ നടക്കാനുണ്ട്. മുടി വന്ന ശേഷം കോൺഫിഡൻസ് കൂടി എങ്ങനെയാണ് കോൺഫിഡൻസ്? ഇപ്പം ഫംഗ്ഷൻ ആണെങ്കിലും ഇപ്പം എവിടെയാണെങ്കിലും ഇപ്പം ഫ്രണ്ടിൽ നമ്മളുണ്ട്. ഫ്രണ്ടിലുണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോഴും മിക്ക ആൾക്കാരും കേട്ടത് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സംഭവമാണ്. റീസെന്റ് ആ കൊച്ചിയിൽ ഏതൊരു ഇൻഫെക്ഷൻ വന്ന് ആരോ ചെയ്തതിന് ശേഷം മിക്ക ആൾക്കാർക്ക് ഒരു പേടിയാണ്. നിങ്ങളുടെ വിളിച്ച് ചോദിക്കാറുണ്ട് അതായത് എപ്പോഴും മുടിയുണ്ടോ? അല്ലെ, ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. എന്താണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? നമ്പർ ഇഷ്യൂസ് നമുക്ക് നേരിട്ട് കാണാം. വീട്ടിലെ അമ്മയൊക്കെ ഹാപ്പിയാണ്? ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? എന്തായാലും സൈദുലിനെ പറ്റി ഒരുപാട് യുവാക്കൾക്ക് മുടി വന്നും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മുടി വന്നുകൊണ്ട് സാധിക്കാവുന്ന കുറേ കാര്യങ്ങൾ സാധിച്ചു 100%. എന്തായാലും താങ്ക് യു സൈദിന് ഹെയർ ട്രാൻസ് സഫാരിയുടെ ഒരു വീഡിയോ തന്നതിനും. നമുക്ക് ഇതിന്റെ കല്യാണമെല്ലാം കൂടിട്ട് നല്ല സന്തോഷം ജീവിക്കണം പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. യെസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരുപാട് സൈദുലന്മാർ നമ്മളുടെ ഇടയിലുണ്ട്. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കയ്യിൽ പോലും നമ്മൾ തല വെച്ച് കൊടുക്കണം. പണി അറിയാത്ത ഡോക്ടേഴ്സിൻ്റെ കയ്യിലും അതേപോലെ എന്തൊക്കെയോ എത്തിക്സ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ക്ലിനിക്സിൻ്റെ കയ്യിലും കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലതും കൊളായിക്കണം. അതുകൊണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഈസ് വെരി ഗുഡ്. ബട്ട് ചെയ്യുന്ന ക്ലിനിക്കും ടീമും ഈസ് ഗുഡ് ആയിരിക്കണം. അല്ലാതുണ്ടെങ്കിൽ പണി കിട്ടും. വിത്ത് നന്നായതുകൊണ്ട് കാര്യമില്ല, വീണ സ്ഥലം നന്നായിരിക്കണം. വെറുതെ കൊണ്ടുപോയിട്ട് അറിയാതെ ആൾക്കാരൊക്കെ തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലത് ഡാമേജ് ആയിപ്പോൾ. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റായി തിങ്ക് ചെയ്യുക, എവിടെയാണ് ചെയ്യുക, എങ്ങനെ ചെയ്യുക, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മതിയാവും. ഓക്കെ. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതേപോലെ ഫേസ്ബുക്ക് പേജുണ്ട്. ഒരുപാട് റിസൾട്ട്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ അതൊക്കെ വാച്ച് ചെയ്യുക, ഇൻസ്പയർഡ് ആവുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളെ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് കിട്ടി, നിങ്ങളെ എന്താണ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടി എന്നോട് പറയുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ.